അതാണ് നുസൈബ ബിൻത് കഅബിന്റെ വചനത്തിൽ നിഴലിച്ച് കാണുന്നത്. നുസൈബ ബിൻത് കഅബ് റളിയല്ലാഹു തആല അൻഹ അവർ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉഹദിൽ. പ്രത്യേക സാഹചര്യത്തിൽ അവരെന്ത് ചെയ്തു? അവര് റസൂലുള്ളാഹിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആയുധം പിടിക്കേണ്ടി വന്നു. അത് അവർ സ്ത്രീകൾ യുദ്ധത്തിന് പോയതല്ല, അവർ പോയതിൽ തുദാവിയൽ ജർഹ, യുദ്ധത്തിൽ മുറിവേറ്റ് വരുന്ന സൈനികർക്ക് അവർക്കുള്ള നഴ്സിംഗ് ഉദ്ദേശിച്ചിട്ടാണ് അവർ പോയത്. പക്ഷെ സന്ദർഭവശാൽ എല്ലാവരും പിന്തിരിഞ്ഞോടിയ ആ ഭീഷണമായ ചുറ്റുപാടിൽ അവസാനം അവിടെ ഉള്ളവര് അവരെ കഴിവനുസരിച്ച് അവരെ ശത്രുക്കളെ തുരത്താൻ വേണ്ടി റസൂലുള്ളാഹിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ച കൂട്ടത്തിൽ നുസൈബ ബിൻത് കഅബ് ഉണ്ടായിരുന്നു. അവരുടെ പ്രയാസങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറയുന്നു, എന്നെ സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ ആക്കി തീർക്കാൻ, നിങ്ങളുടെ റുഫഖാക്കളിൽ, നിങ്ങളുടെ എസ്കോർട്ടിൽ എനിക്ക് സ്ഥാനം നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ജഅൽഹും റുഫഖാഇ ഫിൽ ജന്ന. അള്ളാഹുവേ, ഇവരെ ഇവിടെ പോയി അടിയുറച്ച് എന്റെ കൂടെ യുദ്ധത്തിൽ നിലകൊണ്ട് യുദ്ധം ചെയ്തിട്ടുള്ള ഈ വൃന്ദത്തെ സ്വർഗത്തിൽ എന്റെ എസ്കോർട്ടിൽ ഉൾപ്പെടുത്തണമേ. അത് പറയുമ്പോ കയ്യില് മാരകമായി മുറിവേറ്റിരിക്കുന്ന നുസൈബ ബിൻത് കഅബ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഇദല്ലാ ഉബാലി മാ അസാബനി മിനദ് ദുനിയ. എങ്ങനെ റസൂലുള്ളാഹി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവല്ലോ, മതി, എനിക്ക് അത് മതി. ഇനി ദുനിയാവിൽ എനിക്ക് എന്ത് ബാധിക്കുന്നു എന്നത് ഞാൻ മൈൻഡ് ചെയ്യുന്നതല്ല. ജീവൻ ആണ് പോയാൽ, അല്ലെങ്കിൽ കഷ്ണമായി വെട്ടി ജീവൻ പോകാതെ അങ്ങനെ കിടന്നാലും ശരി, പരലോകം എനിക്ക് കിട്ടുമല്ലോ. പരലോകത്തിൽ റസൂലുള്ളാഹിന്റെ റുഫഖാക്കളിൽ അവിടുത്തെ എസ്കോർട്ടിൽ ഞാൻ ഉണ്ടാകുമല്ലോ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർ പറഞ്ഞത്. ഇത് ദുനിയാവിനെയും പരലോകത്തെയും തമ്മിൽ അവർക്ക് താരതമ്യം ചെയ്യാൻ സാധിച്ചത് കൊണ്ടാണ്. ഫമാ ഊതീതും മിൻ ശൈ, അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് നന്മ കിട്ടിയാലും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാധിക്കുന്ന തിന്മ എത്ര വലുതാണെങ്കിലും അത് വളരെ ക്ഷണികമാണ്, നൈമിഷികമാണ്, പെട്ടെന്ന് അവസാനിക്കുന്നതാണ്. എന്നാൽ പരലോകത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അത് ഖൈറാണ്, അത് നിലനിൽക്കുന്നതാണ്, അത് ശാശ്വതമാണ്, അനശ്വരമാണ്. ആർക്ക്? ലില്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഒരാൾക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മാനസികാന്തരീക്ഷം എന്താണ്? ഇൻ യൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും. അള്ളാഹു നിങ്ങളെ സഹായിക്കുന്ന പക്ഷം നിങ്ങളെ കീഴ്പ്പെടുത്തിക്കളയാൻ, നിങ്ങൾ അതിജയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. വൈയഖ്ദുലുക്കും, ഇനി അള്ളാഹു നിങ്ങളെ കൈയൊഴിക്കുകയാണെങ്കിൽ, നിങ്ങളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഫമൻദല്ലദീ യൻസുറുക്കും മിൻ ബഅദി, അള്ളാഹു നിങ്ങളെ കൈയൊഴിച്ചാൽ അവന് ശേഷം മറ്റാരാണ് നിങ്ങളെ സഹായിക്കാനുണ്ടാവുക? ആർക്കാണ് നിങ്ങളെ സഹായിക്കാൻ പറ്റുക? വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുക. അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചാൽ അള്ളാഹു അവന്റെ കാര്യമേറ്റു. അള്ളാഹു ഒരുവന്റെ കാര്യം ഏറ്റുകഴിഞ്ഞാൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കും. സഹായിച്ചാൽ നിങ്ങളെ കീഴ്പ്പെടുത്താൻ, അതിജയിക്കാൻ വേറൊരാൾക്കും സാധ്യമല്ല. മറിച്ച് തവക്കുലിലേക്ക് എത്താൻ കഴിയാത്ത മനസ്സുകൾ, അതുപോലെ തന്നെ ഈമാൻ അതിനു മാത്രം ശക്തിപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ, അള്ളാഹു അവരെ എങ്ങാണ്ടും കൈയൊഴിക്കുകയാണെങ്കിൽ ആരാണ് നിങ്ങളെ സഹായിക്കുക? ആരും നിങ്ങളെ സഹായിക്കുകയില്ല. ഇതാണ് അതിന്റെ അർത്ഥം. അനസ് ബിൻ മാലിക്കിൽ നിന്നുള്ള റിവായത്ത്, ഖിയാമത്ത് നാളിൽ ഈ ദുനിയാവിൽ ഏറ്റവും അധികം അല്ലാഹു നിഅമത്ത് നൽകിയിട്ടുള്ള, എന്നിട്ട് നരകത്തിൽ പോകേണ്ടി വന്നിട്ടുള്ള നരകവാസികളിൽ നിന്ന് ഈ ദുനിയാവിലെ എല്ലാ സുഖസൗകര്യവും ഏറ്റവും അധികം ലഭിച്ച ആളെ കൊണ്ടുവരും. എന്നിട്ട് ഫയുസ്ബഹു ഫിന്നാരി സബ്ഗതൻ സുമ്മ യുഖാൽ يا ابن آدم هل رأيت خيرا قط هل مر بك نعيم قط فيقول لا والله يا رب ويؤتى بأشد الناس بؤسا في الدنيا من أهل الجنة. അയാളോട് അല്ലാഹു ചോദിക്കുന്നു, നീ എന്തെങ്കിലും ഒരു ഖൈർ മനുഷ്യ നിനക്ക് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ, നരകത്തിൽ നിന്നുള്ള ഒരു സിബഗത്ത് മാത്രമാണ്, അതിന്റെ ഒരു സബഗത്ത്, ഒരു ചായം മാത്രം അയാൾക്ക്, അല്ലാണ്ട് നരകത്തിൽ മുഴുവനും അയാളിട്ട് ശിക്ഷിച്ചിട്ടില്ല. എന്നിട്ട് അയാളോട് ചോദിക്കുന്നു, അപ്പൊ അയാള് ഈ ദുനിയാവിൽ അയാൾക്ക് കിട്ടിയ ഒന്നും അയാൾ വിലമതിക്കുന്നില്ല, ഒന്നുമല്ല, ഒരു ഹൈറുമില്ല പരലോകത്തെ ഹൈർ കിട്ടിയിട്ടില്ലെങ്കിൽ എന്നാണ്. മറിച്ച് ദുനിയാവിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബുദ്ധിയില്ല, വൈകല്യമുണ്ട്, സ്വത്തില്ല, രോഗമാണ്, പ്രയാസമാണ്, ഇങ്ങനെ മുഴുവൻ പരീക്ഷണവുമായുള്ള ഒരാൾ
ഏറ്റവും അധികം ബൂസ് അനുഭവിക്കുന്ന ഒരാളെ കൊണ്ടുവരും. അയാൾ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗസ്ഥരിൽപ്പെട്ട ആളാണ്. എന്നിട്ട് അയാളോട് ചോദിക്കും, യബ്ന ആദം, അല്ലയോ മനുഷ്യപുത്ര, ഹൽ റഅയ്ത ബൂസൻ ഖത്തു, നിന്റെ ദുനിയാവിലെയും പരലോകത്തെയും ജീവിതത്തെ നീ എടുത്തു നോക്കൂ, നിനക്ക് വല്ല ദാരുണമായ അവസ്ഥയും വന്നിട്ടുണ്ടോ എന്ന് നിനക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അയാൾ പറയും, ഹൽ മർറ ബിക ശിദ്ദത്തുൻ ഖത്തു, എന്തെങ്കിലും ബുദ്ധിമുട്ട് നിനക്കുണ്ടായോ? ഫയഖൂലു ലാ വല്ലാഹി യാ റബ്ബ് മാ മർറ ബി ബൂസുൻ ഖത്തു വലാ റഅയ്തു ശിദ്ദത്തൻ ഖത്തു, എനിക്കൊരു പ്രയാസമോ ഒരു ദുരിതമോ ഇതുവരെ കഴിഞ്ഞു പോയിട്ടില്ല. അപ്പൊ ദുനിയാവിലുള്ള എല്ലാ ദുരിതങ്ങളും സ്വർഗത്തിന്റെ ആള് എന്നതോട് കൂടിയിട്ട് ഇല്ലാതായി പോകാൻ മാത്രം തുച്ഛമാണ്. ദുനിയാവിലെ എല്ലാ അനുഗ്രഹങ്ങളും അത് നരകം എന്നുള്ള ഒരൊറ്റ ഛായ അതിന് നൽകപ്പെടുന്നതോടുകൂടി ആ മുഴുവൻ സുഖങ്ങളും അത് പരിഗണിക്കാൻ പറ്റാത്ത വിധം ചെറുതായി ഇല്ലാതാകുന്നതാണ്, നിസ്സാരമായി തീരുന്നതാണ്. എങ്ങനെ ദുനിയാവിനെയും പരലോകത്തിനെയും നമ്മൾ അങ്ങനെ ഇതാക്കാൻ കൂടി ചെയ്ത ഒരാൾക്ക് തവക്കുലിലെത്താൻ പറ്റുള്ളൂ. അപ്പൊ ഈ കാര്യത്തിൽ ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ തീരുമാനം എന്താ വെച്ചാൽ അള്ളാഹു അതനുസരിച്ച് ചെയ്യും. അതിൽ ഞാൻ അള്ളാനെ പരമേൽപ്പിച്ചിട്ടുണ്ട്. അള്ളാനെ കുറിച്ച് നല്ലതല്ലാത്ത സൂഉല്ലന്ന് ഒരിക്കലും എനിക്കില്ല, ഹുസ്നുല്ലന്ന് മാത്രമാണ്. അതിലെന്ത് വന്നാലും പ്രയാസങ്ങൾ വരികയാണെങ്കിൽ പോലും ആ പ്രയാസങ്ങളിലൂടെ അയാൾ അതിനെ വിലയിരുത്തുന്നു. ഒന്നുകിൽ ഇത് ആത്യന്തികമായി എനിക്ക് ഖൈറായി ഭവിക്കും, അല്ലെങ്കിൽ അയാൾ വിലയിരുത്തുന്നു ഇത് മുഖേന എന്റെ ഒരു പാപം അല്ലാഹു എനിക്ക് പുറത്തു തരാൻ ഇടവരും, അതല്ലെങ്കിൽ എനിക്ക് പാപങ്ങൾ പൊറുക്കപ്പെടേണ്ടതില്ലെങ്കിൽ ഇത് മുഖേന അല്ലാഹു എനിക്ക് പരലോക ജീവിതത്തിൽ മൻസിലയും മർത്തബയും ഉയർത്തിത്തരും. ഏതർത്ഥത്തിൽ വെച്ച് നോക്കിയാണെങ്കിലും ദുനിയാവിലെയും പരലോകത്തെയും താരതമ്യം ചെയ്തുള്ള വീക്ഷണത്തിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇവിടെ ബാധിക്കുന്ന ദുരിതങ്ങളല്ല, പ്രയാസങ്ങളല്ല. ഇവിടെ അയാൾക്ക് എന്ത് കിട്ടിയാലും പരലോകത്തെ അയാൾക്ക് അള്ളാഹുവിന്റെ സാമീപ്യവും സ്വർഗവുമില്ലെങ്കിൽ ഇവിടുത്തെ എന്ത് കിട്ടിയതും ഒന്നുമല്ലാതായി തീരുന്നു. അതുകൊണ്ട് തന്നെ ഈ തവക്കുൽ അതതിന്റെ ശരിയായ രൂപത്തിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അയാള് ചോദ്യമില്ലാതെ ശിക്ഷ കാണാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ടീമിലുമാണ്. ഹദീസ് നമുക്കറിയാവുന്ന ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂലുള്ളാഹി പറഞ്ഞു, ഉരിളത്ത് അലയ്യൽ ഉമം, എനിക്ക് മുൻകാല സമുദായങ്ങൾ എന്റെ മുമ്പാകെ പ്രദർശിപ്പിക്കപ്പെട്ടു. ഫജാലൻ നബിയ്യു വന്നബിയ്യാനി യമറൂന മഅഹുമുർ റഹബ്, ചിലപ്പോൾ ഒരു നബി അല്ലെങ്കിൽ രണ്ട് നബി ഇങ്ങനെ പോകുന്നു, അവരുടെ കൂടെ അനുയായികളായിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്നത് റഹത്ത് മാത്രമാണ്, 10-ൽ കുറഞ്ഞ ആളുകൾ. വന്നബിയ്യു ലൈസ മഅഹു അഹദുൻ, പിന്നെ ഒരു നബി ഇങ്ങനെ പോകുന്നു, അയാൾക്ക് അനുയായിയായിട്ട് ഒരാളെയും കിട്ടിയിട്ടില്ല. ഹത്താ റുഫിഅനി സവാദുൻ അളീം, അങ്ങനെ വലിയ ഒരു ജനാവലി എന്റെ മുന്നിൽ ഉയർത്തി കാണിക്കപ്പെട്ടു. ഖുൽതു മാ ഹാദാ ഉമ്മത്തി ഹാദിഹി, എന്താണ് ഈ പുരുഷാരം, എന്റെ ഉമ്മത്താണോ ഇവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നത്? ഞാൻ ചോദിച്ചു. ഖീല ബൽ ഹാദാ മൂസ വ ഖൗമുഹു, അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തു, ജിബ്രീലാണ് പറഞ്ഞു കൊടുത്തത്. മറ്റ് റിവായത്തുകളിൽ പറയുന്നു, അല്ല, അത് താങ്കളുടെ ഉമ്മത്തല്ല, മൂസ അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ ഉമ്മത്തുമാകുന്നു. ഖീല ഉൻദുർ ഇലൽ ഉഫുഖ്, പിന്നീട് നബിയോട് പറയുന്നു, ആ ചക്രവാളത്തിലേക്ക് കണ്ണുയർത്തി നോക്കൂ. അവിടെ നോക്കുമ്പോൾ യംലഉൽ ഉഫുഖ് ഫൈദാ സവാദുൻ യംലഉൽ ഉഫുഖ്, ചക്രവാളത്തെ നിറച്ചു കളയുന്ന മുട്ടിക്കളയുന്ന വലിയ വമ്പിച്ച ഒരു ജനാവലി. ثم قيل لي انظر ها هنا وها هنا في آفاق السماء, അങ്ങനെ ചക്രവാളങ്ങളിൽ അവിടെയും ഇവിടെയും മൊത്തം ചക്രവാളം നോക്കാൻ വേണ്ടി പറഞ്ഞു. ഫൈദാ സവാദുൻ ഖദ് മലഅ അൽ ഉഫുഖ് ഖീല ഹാദിഹി ഉമ്മത്തു, മൊത്തം ചക്രവാളം മുട്ടി നിൽക്കാൻ മാത്രം, നിറയാൻ മാത്രം വമ്പിച്ച ജനാവലി, അവരെ കുറിച്ചാണ് പറയപ്പെട്ടത്, നിന്റെ ഉമ്മത്ത് നബിയെ, താങ്കളുടെ ഉമ്മത്താണിത്. വയദ്ഖുലുൽ ജന്നത മിൻ ഹൗലാ, ഈ കാണുന്ന താങ്കളുടെ ഉമ്മത്തിൽ നിന്ന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നു 70,000 ആളുകൾ ബിഗൈരി ഹിസാബിൻ, യാതൊരുവിധ ഹിസാബ് പോലുമില്ലാതെ. ഇതും പറഞ്ഞ് റസൂലുള്ളാഹി തന്റെ വീട്ടിൽ പ്രവേശിച്ചു. വലൻ യുബയ്യിൻ ലഹും, അവരോട് വിശദീകരിച്ചു കൊടുത്തില്ല ആരാണ് ആ ഉമ്മത്തിൽ നിന്ന് ഹിസാബ് പോലുമില്ലാതെ സ്വർഗത്തിൽ പോകുന്ന 70,000 എന്ന്. ഫഅഫാദൽ ഖൗം, ആ 70,000 കുറിച്ച് അവിടെ കൂടിയ ആളുകൾ അങ്ങനെ ചർച്ച നടത്തി സംസാരിച്ചു തുടങ്ങി. വഖാലൂ നഹ്നു അല്ലദീന ആമന്നാ ബില്ലാഹി വത്തബഅനാ റസൂല, അതൊരു പക്ഷേ നമ്മളായിരിക്കാം അല്ലാഹുവിൽ വിശ്വസിക്കുകയും എല്ലാവരും റസൂലുള്ളാഹിനെ കളവാക്കിയപ്പോൾ റസൂലുള്ളാഹിനെ വിശ്വസിച്ച് ശക്തിപ്പെടുത്തുകയും പിന്തുടരുകയും ചെയ്ത നമ്മളായിരിക്കാം. ഫനഹ്നുഹും ഔ ഔലാദുന, അല്ലെങ്കിൽ നമ്മളല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ മക്കളായിരിക്കാം. അല്ലദീന ഉലിദു ഫിൽ ഇസ്ലാം, അവർ ഇസ്ലാമിൽ ജനിച്ചവരാണ്.
അവർ ജനിക്കുമ്പോൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതല്ലാത്ത മറ്റൊരു ദീനും അവർ കണ്ടിട്ടില്ല. അങ്ങനെ ജനിച്ചവരായിരിക്കാം. ഫഇന്നാ ഉലിദ്നാ ഫിൽ ജാഹിലിയ്യ, നമുക്കില്ലാത്തൊരു മികവ് അവർക്കുണ്ടല്ലോ. കാരണം നമ്മൾ ജാഹിലിയ്യത്തിൽ ജനിച്ചു. ചിലപ്പോൾ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇബാദത്തു ഗൈരില്ല, അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്തിരിക്കാം. അതല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫിസ്ഖുകൾ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയിരിക്കാം. ഇതൊന്നുമില്ലാതെ ഇസ്ലാമിൽ ജനിച്ച് ഇസ്ലാമായി കൊണ്ട് തന്നെ ജീവിതം തുടർന്ന ജാഹിലിയ്യത്ത് കാണേണ്ടി വന്നിട്ടില്ലാത്ത നമ്മുടെ മക്കൾ ഫഖറജ, അങ്ങനെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി പുറത്തേക്ക് വന്നു. ഫഖാൽ ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവരെന്ന് പറഞ്ഞാൽ രോഗശമനത്തിന് വേണ്ടി മറ്റൊരാളോട് ദുആ ചെയ്തു തരാൻ, റുഖിയ നടത്തിത്തരാൻ വേണ്ടി ആവശ്യപ്പെടാത്തവരാണ്. വലായത്തയ്യറൂൻ, അവര് ലക്ഷണം നോക്കാത്തവരാണ്. വലായക്തവൂൻ, കരിച്ചു കളയുന്ന ചികിത്സ നടത്താത്തവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ കാര്യങ്ങൾ പൂർണ്ണമായും അല്ലാഹുവിൽ ബലമേൽപ്പിക്കുന്നവരാണ്. ഫഖാമ ഉക്കാശതു ബിൻ മുഹ്സൻ, അപ്പോൾ ഉക്കാശ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അമിൻഹും അന യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ അവരിൽ പെടുവോ? മറ്റു റിവായത്തിൽ എന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻത മിൻഹും, അല്ലെങ്കിൽ നഅം, അതെ താങ്കൾ അവരിൽപ്പെട്ടവനാണ്. ആ സന്ദർഭത്തിൽ ഫഖാമ ആഖറു ഫഖാല അമിൻഹും അന, വേറൊരാൾ എഴുന്നേറ്റിട്ട് ഇതേ ചോദ്യം ആവർത്തിച്ചു, ഞാനതിൽ പെടുവോ? അപ്പോൾ പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശ, ഉക്കാശ ചാൻസുമായിട്ട് പോയി കളഞ്ഞു, മുൻകഴിഞ്ഞു പോയി. അപ്പോ ഈ ഗൈറു ഹിസാബ് വലാ അദാബ് യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, ഹിസാബും അദാബും ഇല്ലാതെ പോകുന്ന ആളുകൾ അവർ തവക്കുൽ തന്നെ അതിന്റെ പൂർണ്ണതയിലെത്തിയ ആളുകളാണ്. തവക്കുൽ പൂർണ്ണമല്ലാതിരിക്കുമ്പോഴാണ് ഇസ്തിർഖായിലേക്ക് ഒരു മനുഷ്യൻ പോവുക. ഇസ്തിർഖാ എന്ന് പറഞ്ഞാൽ ഒരു രോഗം വന്നാൽ അതിനുവേണ്ടി അയാൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അതിന്റെ തവക്കുലിന്റെ രൂപം. ആദ്യം ആ രോഗം ചികിത്സിക്കേണ്ടതുള്ള ഇനത്തിൽപ്പെട്ടതാണെങ്കിൽ, ചിലതൊന്നും ചികിത്സിക്കാതെ തന്നെ ഓട്ടോ റിക്കവറി ഉള്ള രോഗങ്ങൾ ഉണ്ടാകും. അത് ചില രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ക്ഷമിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ഉപദേശിച്ചിട്ടുണ്ട്. ആ ഉപദേശം പാലിച്ചുകൊണ്ട് ക്ഷമിച്ചിരിക്കാം. അതല്ല നമ്മൾ ചികിത്സിക്കേണ്ട തരത്തിൽ അപകടകരമായ രോഗമാണ് എങ്കിൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദവാ ആയിട്ട് നിശ്ചയിച്ചു തന്നിട്ടുള്ള ശറഇൽ പറയപ്പെട്ടിട്ടുള്ള ശറഇയോ കൗനിയോ ആയ ചികിത്സാ രീതികളുണ്ടെങ്കിൽ ആ സബബുകൾ നമ്മൾ ചെയ്യണം. അതല്ലെങ്കിൽ തജ്രിബത്ത് കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതായ ചികിത്സകളുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണം. അത് ചെയ്യുമ്പോൾ ഒരു സന്ദർഭത്തിലും ഈ ചികിത്സ കൊണ്ട്, ഈ റെമഡി കൊണ്ട് എന്റെ രോഗം സുഖപ്പെടും, ഈ മരുന്നാണ് എന്റെ രോഗത്തെ സുഖപ്പെടുത്തുന്നത് എന്ന് തോന്നാൻ, ഹൃദയം അള്ളാഹുവിൽ നിന്ന്, നമ്മുടെ മനസ്സ് അള്ളാഹുവിൽ നിന്ന് തൽക്കാലത്തേക്ക് വിടവാങ്ങി ഈ മരുന്നിലേക്ക് നമ്മുടെ ഹൃദയം ചുരുങ്ങാൻ പാടില്ല. മറിച്ച് ഈ മരുന്നുകളെ നമ്മൾ കാണുന്നത് മുജറദു അസ്ബാബ്, വെറും കാരണങ്ങൾ മാത്രമാണ്. അള്ളാഹു നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു കാരണം, ആ കാരണം അല്ലെങ്കിൽ വേറൊരു കാരണം, അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കാരണം, ചിലപ്പോൾ അള്ളാഹ് ഏതിലൂടെയാണോ നമുക്ക് ശിഫ നൽകാൻ ഉദ്ദേശിക്കുന്നത് ആ കാരണം ചെയ്യുമ്പോൾ അത് മുഖേന അള്ളാഹു രോഗത്തെ ശമിപ്പിച്ചു തരും. അതുകൊണ്ട് ഏത് കാരണം ചെയ്യുകയാണെങ്കിലും, ഹോമിയോ പോയാലും അലോപ്പതി പോയാലും പ്രാണിക് ഹീലിംഗ് പോയാലും അല്ലാത്ത ഹീലിംഗ് പോയാലും എന്ത് പോയാലും രോഗം മാറ്റുന്നത് അള്ളാഹ്. അത്വബീബു ഹുവല്ലാഹ്, രോഗം ചികിത്സിക്കുന്നത് അള്ളാഹുവാണ്. പിന്നെ ഡോക്ടർ എന്തേ ചെയ്യുന്നുള്ളൂ? വഹുവൽ വാസിഫ്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുള്ളതോ അല്ലെങ്കിൽ തജ്രിബത്ത് കൊണ്ട് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തിട്ടുള്ളതോ ആയ ഒരു റെമഡി അത് പ്രിസ്ക്രൈബ് ചെയ്യുക മാത്രമേ വൈദ്യർക്ക്, ഡോക്ടർക്ക് ദൗത്യമുള്ളൂ. തബീബ് അല്ലാഹ്. നമ്മളിന്ന് ഡോക്ടർമാരൊക്കെ തബീബ് എന്ന് അറബി പറയാ, പ്രയോഗം തന്നെ ശറഇന്റെ ഭാഷയിൽ കുറച്ച് അതിര് വിട്ടതാണ്. ചികിത്സിക്കുന്നത്, രോഗിയുടെ രോഗം മാറ്റുന്നത് അള്ളയാണ്. എന്നാൽ എക്സ്പെരിമെന്റലി തെളിയിച്ചിട്ടുള്ള ഒരു മരുന്ന്, അതല്ലെങ്കിൽ ശറഇൽ പറഞ്ഞിട്ടുള്ള കൗനിയായ ഒരു മരുന്ന്, അതല്ലെങ്കിൽ ശറഇൽ പറഞ്ഞിട്ടുള്ള റുഖ പോലുള്ള പിന്നെ ഈ കാര്യങ്ങൾ അത് പറഞ്ഞു തരുന്ന ഒരാൾ, അയാൾ വാസിഫാണ്, പ്രിസ്ക്രിപ്ഷൻ നൽകുന്ന ആൾ മാത്രമാണ്. അപ്പൊ ഈ വൈദ്യരോടും ഈ ഡോക്ടറോടും ഈ മരുന്നിനോടും ഇതിനോടൊക്കെ നമ്മൾ കാണുന്നത് ഇത് മുജറദ് സബബ്. അതിലേക്ക് നമ്മുടെ ഹൃദയം, അതിന്മേൽ നമ്മുടെ ഹൃദയത്തെ ഹുക്ക് ചെയ്യുന്നില്ല. നമ്മുടെ ഹൃദയത്തിന്റെ താല്ലുക്ക് അല്ലാഹ് ആയിട്ടാണ്. അങ്ങനെ തവക്കുൽ ചെയ്തു. അങ്ങനെ തവക്കുൽ ചെയ്ത് അതിൽ അയാൾ ഉറച്ചു, അള്ളാഹിനോട്
ബാക്കി കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തവക്കുൽ ചെയ്ത് അങ്ങനെ നിന്നു. ഇതാണ് അയാൾ ചെയ്യേണ്ടത്. എന്നാൽ തവക്കുൽ കുറഞ്ഞ ഒരാളാണെങ്കിലോ അയാള് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു സബബ് ചെയ്തതിന് ശേഷം അയാൾ പിന്നെയും ആ തവക്കുലിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കാതെ വീണ്ടും വേറെ നിലയ്ക്ക് പോയി, അതിന് വേറെ നിലയ്ക്ക് പോയി. അപ്പോ അതിന് ദുആ ഞാൻ ചെയ്തത് മതിയാ, അതുകൊണ്ട് മറ്റേ ആളെ കൊണ്ടൊന്ന് ചെയ്യിക്കാൻ വേണ്ടി പോയി ആളോട് പോയിട്ട് നിങ്ങൾ എനിക്കൊന്നു വേണ്ടി ദുആ ചെയ്ത് തരീന്ന് പറഞ്ഞു. ഇതെന്താണ്? തവക്കുലിൽ അയാൾ പൂർണ്ണനല്ലാത്തത് കൊണ്ട് മനസ്സു ചഞ്ചലമാകുന്നു. ആ ചഞ്ചലമായ മനസ്സ് അയാളെ പലരിലേക്കും ചിതറിച്ചു കളയുന്നു. ശരിക്കും അയാളുടെ മനസ്സ് ചിതറാൻ പാടില്ല. അയാളുടെ മനസ്സ് ചിതറാതെ ഏകാഗ്രമായി അള്ളാഹുവിൽ തന്നെ നിൽക്കേണ്ടത്. അതാണ് തവക്കുലിന്റെ പൂർണ്ണത. അപ്പൊ ചിലപ്പം എന്ത് ചെയ്യും? വലായ തസയ്യറൂൻ. അപ്പൊ എനിക്കത് മാറൂലേ, അയാൾക്ക് ബേജാറാണ്, പേടിയാണ്. അപ്പൊ അതിന്റെ ലക്ഷണം നോക്കാൻ വേണ്ടിയിട്ട് പക്ഷി അങ്ങോട്ട് പോയോ അല്ലെങ്കിൽ കല്ലെറിഞ്ഞപ്പോ ഇങ്ങോട്ട് വീണോ, ഇങ്ങനത്തെ ലക്ഷണം നോക്കലും തുടങ്ങും. അപ്പൊ അല്ല, അയാൾക്ക് തവക്കുൽ ചെയ്തു പറഞ്ഞു എന്നല്ലാതെ തവക്കുൽ ശരിക്കും അയാൾ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വലായ കിത്തബൂൻ. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഈ രോഗം വന്നിരിക്കുന്ന ഭാഗം അതങ്ങോട്ട് കരിച്ചു കളയാ അല്ലെങ്കിൽ മുറിച്ചു കളയാ, ഈ ജാതി ചികിത്സ ഇല്ല, അതിന്റെ ആവശ്യമില്ല. കരിക്കുന്നതും മുറിക്കുന്നതുമായ ചികിത്സകൾ അതിൽ പെട്ടതല്ല. അതൊക്കെ തവക്കുൽ കുറയുമ്പോ ചഞ്ചലമായ മനസ്സ്, ചിതറുന്ന മനസ്സ് അള്ളാഹുവിൽ നിന്ന് മറ്റു പലതിലേക്കും, ഒന്നുകിൽ അസ്ബാബുകളിലേക്ക്, അല്ലെങ്കിൽ ചില വ്യക്തികളിലേക്ക്, അല്ലെങ്കിൽ മറ്റു ചിലതിലേക്ക് ഹൃദയം, മനസ്സ് ചിതറുന്നതിന്റെ ലക്ഷണമാണ് ഈ പറഞ്ഞതൊക്കെ. ഇസ്തിർഖാ, തഫയ്യുർ, ഇക്തിവ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സ് അള്ളാഹുവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, മറ്റുള്ളതിലേക്ക് ചിതറുന്നു. തഅല്ലുഖുൽ ഖൽബി ബിറബ്ബിഹി, അള്ളാഹുവിൽ മാത്രം തഅല്ലുഖാകേണ്ടതിന് പകരം ചിതറി മറ്റുള്ളതിലേക്ക് കൂടി പോകുന്നു. അതെപ്പോഴാ വരുന്നത്? തവക്കുൽ പൂർണ്ണല്ലാത്തപ്പോൾ. മറിച്ച് അങ്ങനെ ഒന്നും മനസ്സ് ചിതറാതെ അള്ളാഹു പറഞ്ഞതുപോലെയുള്ള ഒരു സബബ് ചെയ്തു, അള്ളാഹുവിൽ കാര്യം പരമേൽപ്പിച്ചു. ഇനി അള്ളാഹ് എനിക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് അത് ഇവിടെ എനിക്ക് ഗുണകരമായി അനുഭവപ്പെടുന്നതാകാം, ശർറായി തോന്നുന്നതാകാം. അത് ഏത് തരത്തിലാണെങ്കിലും എനിക്ക് ആത്യന്തികമായ പരിഗണനയിൽ ഖൈറാണ്. ഈ രോഗം മാറാതെ ഞാൻ മരിച്ചു എന്നാൽ പോലും, അല്ലെങ്കിൽ മരിക്കണ്ടേ, എന്റെ വിധി അവിടെ തന്നെയാണ്. ആ വിധിയിൽ ഞാൻ സംതൃപ്തനാണ്. ഞാൻ എന്റെ റബ്ബിനെ ഉടനെ തന്നെ കണ്ടുമുട്ടുന്നതിലേക്ക് എത്തുന്നു എന്നല്ലാതെ വേറെ എന്താണ്? അപ്പൊ അതിനപ്പുറം ഈ അസ്വസ്ഥത വരുന്നത് ദുനിയാവിന്റെയും പരലോകത്തിന്റെയും വലിപ്പ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയാത്തവർക്കാണ്. ദുനിയാവും പരലോകവും തമ്മിലുള്ള താരതമ്യം നടത്തി വലിപ്പ വ്യത്യാസം മനസ്സിലാക്കിയ ഒരാൾ, നേരത്തെ ഞാൻ വായിച്ച ഹദീസിൽ കണ്ടതുപോലെ ദുനിയാവിലെ ഏറ്റവും സുഖം കിട്ടിയ ഒരാള് നരകത്തിന്റെ ഒരു ചായ അയാൾക്ക് കിട്ടിയിട്ട് വല്ല സുഖർക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ദുനിയാവിലോ പരലോകത്തിലോ ഉണ്ടായെന്ന് വെച്ചാൽ ഒന്നുമല്ലാതെ നിസ്സാരമായി ഉരുകിയെടുക്കും. നേരത്തെ ദുനിയാവ് മുഴുവനും ദുരിതമായി ജീവിച്ചിട്ടുള്ള ഒരാൾ അയാൾക്ക് പരലോകത്ത് സ്വർഗമുണ്ട് എന്നുള്ള ആ കാഴ്ചപ്പാടിൽ അയാളോട് ചോദിക്കുമ്പോൾ വല്ല ദുരിതവും നിനക്കുണ്ടായോ? എന്ത് ദുരിതം, ഇതന്നല്ലേ ഖൈറ്. ആ ദുരിതങ്ങളൊക്കെ തേഞ്ഞു മാഞ്ഞില്ലാതായി പോകുന്നു. ഇങ്ങനെ ദുനിയാവിനെയും പരലോകത്തിനെയും കമ്പാരിസൺ ചെയ്ത് ഓരോന്നിനും നൽകേണ്ട വലുപ്പം കൂടി വലിപ്പിച്ച ഒരാൾ, അയാൾ തവക്കുൽ ചെയ്യും. തവക്കുൽ ചെയ്യുന്നു മാത്രമല്ല, അതിലുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളല്ലാതെ അതിനെ സ്വബർ ചെയ്യാൻ, അതിൽ മനസ്സിനെ സ്വബർ ചെയ്യാൻ, ഹബസ് ചെയ്യാൻ ഇല്ല, അള്ളാഹുവിന്റെ തവാ കൊണ്ട് പൂർണ്ണ തൃപ്തി മനസ്സിൽ വരുത്താൻ അയാൾ പ്രാപ്തനായിരിക്കും. ഇതാണ് ഏറ്റവും വലിയ സുഖം. വേറെന്താ ദുനിയാവിന് വേണ്ടത്? വേറെ എന്താ ദുനിയാവിന് വേണ്ടത്? അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചെയ്യാനുള്ളത് ചെയ്ത് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിച്ചു, അതിലെന്ത് സംഭവിച്ചാലും അതെനിക്ക് ഖൈറ് എന്നുള്ള മനോഭാവം, മാനസികാന്തരീക്ഷം കൂടിയുള്ള ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ ഒരാൾക്കും പിടിച്ചാൽ കിട്ടുക. അയാൾ അള്ളാന്റെ അടിമയാണ്, വേറെ ആരും അടിമയല്ല. അയാളുടെ മനസ്സെന്ന് പറഞ്ഞാൽ അത്രയും സുദൃഢമാണ്, ആർക്കും അതിനെ പിടിച്ചു കൊടുക്കാൻ കഴിയില്ല. അയാളുടെ സബർ അതിനു മാത്രം വലിയ ക്ഷമയാണ്. കാരണം ദുനിയാവിന് അയാൾ ഒരു ചില്ലിക്കാശിന്റെ വില പോലും കൽപ്പിക്കുന്നില്ല. പരലോകവുമായി താരതമ്യം ചെയ്യുമ്പോൾ അയാൾക്ക് സമാധാനമാണ്. അയാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സമാധാനമാണ്. ഇത്രയും വലിയൊരു സമാധാനം ദുനിയാവിലും പരലോകത്തിലും ഒരാൾക്ക് പിന്നെ വേറെ കിട്ടാണ്ടോ? അതുകൊണ്ട് ആ തവക്കുലിന്റെ മടിയിൽ കിടന്നുറങ്ങാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്. ബറാഅ ഇബ്നു ആസിബിൽ നിന്നുള്ള റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസാ റജുലൻ, ഒരു മനുഷ്യനോട് വസിയ്യത്ത് നൽകി. എന്താ വസിയ്യത്തിൽ പറഞ്ഞത്? ഇദാ അറദ്ത മൽജഅക്, നീ നിന്റെ കിടപ്പറ പ്രാപിക്കാൻ ഉദ്ദേശിച്ചാൽ ഫഖുൽ, ആ കിടപ്പറയിൽ നീ ചെന്നു കഴിഞ്ഞാൽ നീ ദുആ ചെയ്തു കൊള്ളണം. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് വഫദ്ദൽതു അംരി ഇലൈക് വവജ്ജഹ്തു വജ്ഹി ഇലൈക് വഅൽജഅ്തു ളഹരി ഇലൈക്
റഗ്ബത്തൻ വറഹബത്തൻ ഇലൈക് ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക് ആമൻതു ബികിതാബികല്ലദീ അൻസൽ വബിനബിയികല്ലദീ അർസൽ ഫഇൻ മുത്ത അലൽ ഫിത്ര. സുബ്ഹാനല്ലാഹ്. ഇതെന്തൊരു മനുഷ്യന് വേണ്ടത്? അല്ലാഹുവേ അസ്ലംതു നഫ്സി ഇലൈക്, എന്റെ നഫ്സിനെ ഞാൻ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഫവ്വൽതു അംരി ഇലൈക്, എന്റെ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. വവജ്ജഹതു വജ്ഹി ഇലൈക്, എന്റെ സ്വത്വം എന്റെ മുഖം ഞാൻ നിന്നിലേക്ക് തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വഅൽജഹതു വഹരി ഇലൈക്, എന്റെ മുതുകനെ ഞാൻ നിന്നിലേക്ക് ചാരിക്കഴിഞ്ഞിരിക്കുന്നു. റഗ്ബത്തൻ വറഹബത്തൻ ഇലൈക്, നിന്നിലുള്ള തികഞ്ഞ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സമർപ്പണം, തികഞ്ഞ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഭരമേൽപ്പിക്കൽ. അതുപോലെ തന്നെ നിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ആ അങ്ങേയറ്റത്തെ ഭയപ്പാട്, ഭീതിയുമാണ് ഈ സമർപ്പണത്തിന്, ഈ തവക്കുലിന് പ്രേരണ. ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്, ഒരു അഭയകേന്ദ്രമായി, ഒരു രക്ഷാകേന്ദ്രമായി നിന്നിൽ നിന്ന് വേറെ എവിടെ പോകാനാണ്? നിന്നിൽ നിന്ന് പോയാൽ നിന്റെ അടുക്കലേക്കല്ലാതെ വേറെ എവിടെ പോകാനാണ്? നിന്നിൽ നിന്ന് പോയിട്ട് വേറെ എവിടെയെങ്കിലും ഒരു അഭയമുണ്ടോ? ഇല്ല. ഒരു രക്ഷയുണ്ടോ? ഇല്ല. നിന്നിലല്ലാതെ മറ്റെവിടെയും ഒരു രക്ഷയില്ല, അഭയമില്ല. ആമന്തു ബികിതാബികല്ലദീ അൻസൽ, അല്ലാഹുവേ നീ ഇറക്കിയിട്ടുള്ള ഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചു. അതിൽ നീ പറഞ്ഞത്, അതിൽ പറഞ്ഞിട്ടുള്ള അസ്ബാബുകൾ, അതൊക്കെ അമലുകൾ ഒക്കെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അതാണ് കിതാബിൽ വിശ്വസിച്ചു എന്നതിന്റെ സൂചന. വബിനബിയികല്ലദീ അർസൽ, അല്ലാഹുവേ നീ നിയോഗിച്ചിട്ടുള്ള റസൂലിൽ, നബിയിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ ആ തവക്കുലിൽ അയാൾ കിടന്നുറങ്ങി. കിടന്നുറങ്ങിയിട്ട് സന്ദർഭവശാൽ പല ജീവിത സന്ദർഭങ്ങളും പലർക്കും ഉണ്ടാകും. ഒരു സന്ദർഭത്തിൽ അയാൾ ഒരു പ്രയാസകരമായ ഒരു സ്ഥലത്താണ് ഉറങ്ങേണ്ടി വന്നത്. അയാൾ തവക്കുലാക്കി അള്ളാനെ ഏൽപ്പിച്ച് അയാൾ കിടന്നുറങ്ങി. ഇത് അങ്ങനെ ഏൽപ്പിച്ച ഒരാൾക്ക് അള്ളാനെ ഏൽപ്പിച്ച ഒരാൾ നഷ്ടപ്പെടൂല എന്നുള്ള കാര്യം ഉറപ്പല്ല. അഥവാ ആ രാത്രിയിലാണ് അയാളുടെ മരണം നടക്കേണ്ടത് എന്നാണ് അള്ളാന്റെ ആദിയിലുള്ള ഇൽമിൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ളത് എങ്കിൽ അന്ന് അയാൾ മരിക്കണ്ടേ ഇത്. അങ്ങനെ മരിച്ചാലോ ആ തവക്കുലിന്റെ ഫലം മുത്ത അലൽ ഫിത്ര, ഈ ഭൂമിയിലേക്ക് നീ വരുമ്പോൾ ഏത് പരിശുദ്ധിയിലാണോ വന്നത് ആ ശുദ്ധ പരിശുദ്ധിയോടുകൂടി തന്നെ നീ മരിച്ചുപോയി. പോരെ, ദുനിയാവ് പരലോകം തമ്മിലെടുക്കി അയാൾക്ക് ഈ തവക്കുലിന് ഇതിനപ്പുറം മറ്റെന്ത് വേണം? ഇത് ഇല്ലാത്ത മനസ്സ് അയാള് ഈ ദുനിയാവിൽ ജീവിക്കുവാൻ ഒരിക്കലും പ്രാപ്തനല്ല. അയാൾ പരലോകത്ത് അള്ളാന്റെ പ്രതിഫലത്തിന് അർഹനുമായി കൊള്ളണം എന്നില്ല. ഇല്ലാത്തൊരാളുടെ അവസ്ഥ എന്തായിരിക്കും ചോദിച്ചാൽ ഒരുപാട് മനോവേദനകളും ഒരുപാട് വെറീസ് അസ്വാസ്ഥ്യങ്ങളും ഒരുപാട് മനക്ലേശങ്ങളും ഒരുപാട് അങ്ങേയറ്റത്തെ ആധിയും ടെൻഷനും ഇതുകൊണ്ട് ഈ മനുഷ്യൻ ഇടങ്ങാറാകുക. കാരണം അവൻ വിഷയങ്ങളെ ബന്ധിപ്പിക്കുന്നത് മുഴുവനും കാരണങ്ങളുമായിട്ടാണ്. അപ്പോ ഒരു ഫാക്ടറി നടത്തുന്ന ആളാണെങ്കിൽ ഞാൻ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ അതാകെ തലകുത്തനെ മറിയും എന്നാണ് അയാൾ കണക്കൂട്ടുന്നത്. അപ്പൊ അയാൾ എത്തുന്ന സമയം കൊണ്ട് കാറ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും ഞാനൊരു 5 മിനിറ്റ് വൈകുകയാണെങ്കിൽ ആകെ പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ആ ഡ്രൈവിംഗിൽ പോലും അയാൾക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. അങ്ങനെയൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും അത് അള്ളാന്റെ കയ്യിലാണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞ അളവിൽ പറഞ്ഞ രൂപത്തിൽ ശരിയായിട്ട് ചെയ്യാം. അത് നമ്മൾ ചെയ്യുന്നു. അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നു. അതിൽ അള്ളാഹു ഭരമേൽപ്പിച്ചത് കൊണ്ട് അള്ളാഹ് ഏറ്റവും നല്ലതായ പരിഹാരവും ഏറ്റവും നല്ലതായ രീതിയിലും ആ കാര്യത്തെ പര്യവസാനിപ്പിച്ചു തരും. അതൊരു പക്ഷെ നമുക്ക് ഷർറാണ് എന്ന് ഇവിടുന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് ആത്യന്തികമായ പരിഗണനയിൽ ഹൈറായിരിക്കും. അത് അയാൾക്ക് ദുനിയാവിനെയും പരലോകത്തെയും താരതമ്യം ചെയ്തുകൊണ്ട് മനസ്സിലാക്കാനും കൂടി സാധിക്കുമെങ്കിൽ അയാൾ ഇത്ര മാത്രം ഈ കാര്യം അയാളുടെ റോൾ എന്താണോ ആ റോള് മാത്രം അയാൾ ചെയ്യും. അത് വൃത്തിയായിട്ട് ചെയ്യും. അത് വൃത്തിയായി ചെയ്യാൻ അള്ളാന്റെ തൗഫീഖ് ചോദിച്ചുകൊണ്ട് അയാളെ ചെയ്യും. അള്ളാഹുവിൽ എല്ലാം ഭരമേൽപ്പിക്കും. എന്നിട്ട് വരുന്ന കാര്യത്തെ അയാൾ വളരെ ധീരമായി അക്ഷോഭ്യനായി ഒരസ്വസ്ഥതയില്ലാതെ അയാൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും.
മറ്റത് ഒരുപാട് ഉറക്കുളികയും കഴിച്ചിട്ട് നടക്കുന്ന കുറെ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? ഒരുപാട് കത്തുകൾ മനഃശാസ്ത്രത്തിന് എഴുതുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്നിട്ട് ആകെ കൂടെ ഭ്രാന്തന്മാരെ പോലെ ചിലപ്പോൾ ഭ്രാന്തന്മാരായിട്ട് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പുകളിലും തെരുവിലും തണ്ടുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ നിങ്ങളൊരു മനോരോഗ വിദഗ്ധന്റെ അടുക്കലോ അതിലെങ്കിൽ ഒരു ഫാമിലി കൗൺസിലിംഗ് സെന്ററിലോ നിങ്ങൾ പോയി നോക്കൂ. അവിടെ കയറി വരുന്ന വിവിധ തരത്തിലുള്ള ആളുകളുടെ സ്ഥിതി നിങ്ങൾ നോക്കൂ. എന്താ അവസ്ഥ? ഈ ഒരു വിഷയമല്ലാത്തതുകൊണ്ട് ഭൂമിയിൽ തന്നെ അവർ ജീവിക്കാൻ യോഗ്യരല്ല. അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഫിറ്റല്ല ഈ ഭൂമിയിൽ ജീവിക്കാൻ. ഭൂമിയിൽ ജീവിക്കാൻ ഫിറ്റാകണമെങ്കിൽ, പരലോകത്ത് രക്ഷ വേണമെങ്കിൽ ഈ തൂണുകൾ അതിൻ്റെതായ സ്ഥാനങ്ങളിൽ ഉറപ്പിച്ച് അള്ളാഹുവിൽ വിശ്വസിച്ച് അവന്റെ ഖദറിൽ വിശ്വസിച്ച് അവനിൽ കാര്യങ്ങൾ പരമേൽപ്പിച്ചിരിക്കണം. അത് പരമേൽപ്പിക്കുന്ന ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒന്നും അയാൾക്ക് ഭയപ്പെടാനില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, ഇതേ നമ്മുടെ മുന്നിൽ വഴിയുണ്ട്. ദുനിയാവിൽ നമ്മൾ ജീവിക്കാൻ ഫിറ്റാകണമെങ്കിലും അതുപോലെ തന്നെ പരലോകത്തിൽ നമുക്ക് എല്ലാവിധ നന്മകളും, പരലോകത്തിലുള്ള നന്മകളെ കുറിച്ച് പറഞ്ഞെന്താണ്? ഹിസാബില്ലാതെ പോകും, ഹിസാബില്ലാതെ പോകും തവക്കുൽ പൂർത്തിയായി. അതിനുള്ള വഴി ഒന്ന്, അള്ളാഹുവിനെ അറിയാം. അവനറിയാനുള്ള ഏകമായ മാർഗം അവനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്ന അവന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളിലൂടെ, അവന്റെ ഗുണവിശേഷങ്ങളിലൂടെ, അവനെക്കുറിച്ച് അവൻ നടത്തിയിട്ടുള്ള വർണ്ണനകളിലൂടെ അള്ളാഹുവിനെ നമ്മൾ അറിയുക. അവന്റെ ആയാത്തുകളിലൂടെ അവന്റെ സൃഷ്ടിവൈഭവം മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി അവന്റെ ഏകത്വം ബോധ്യപ്പെട്ട് ആ ഏകത്വത്തിന്റെ താല്പര്യമനുസരിച്ച് ജീവിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന നമ്മൾ വിശ്വസിക്കേണ്ടുന്ന കാര്യം എല്ലാം അള്ളാഹു മുൻകൂട്ടി അറിഞ്ഞതാണ്, അവന്റെ അറിവിൽ മുൻകഴിഞ്ഞതാണ്. സൃഷ്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും 50,000 വർഷം ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിക്കുന്നതിനും 50,000 വർഷം മുമ്പ് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞതാണ്. ആ കാര്യങ്ങൾ അള്ളാന്റെ മശീയത്തുണ്ടെങ്കിൽ മശീയത്ത് പ്രകാരം മാത്രം ഇവിടെ പുലരുന്നതാണ്. ഇവിടെയുള്ള ഏതൊരു സൃഷ്ടിയും ആ സൃഷ്ടിയുടെ മുഴുവൻ ചലനങ്ങളും മുഴുവൻ പ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ഈ വിശ്വാസം ഉറച്ച, ഒന്നും അല്ലാഹു അറിയാതിരിക്കില്ല, എല്ലാം അള്ളാഹുവിന്റേതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ മുതിരുമ്പോൾ അതിന് നമ്മൾ വിശദീകരിച്ചതുപോലുള്ള ആദാബുകൾ, അതിനുള്ള ചില മാനേഴ്സ് ഉണ്ട്. ആ മാനേഴ്സുകളാണ് നമ്മളിവിടെ വിശദീകരിച്ചത്. ആ മാനേഴ്സ് പ്രകാരം കാര്യങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് കഴിയുന്ന ഒരു മനുഷ്യൻ, അയാളുടെ ദൗത്യം നിറവേറ്റി അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ച ഒരു വ്യക്തിയെ അള്ളാഹു ഒരിക്കലും കൈയൊഴിക്കുകയില്ല. അവൻ ചോദിച്ചാൽ അത് അള്ളാഹു നൽകും, അവൻ ദുആ ചെയ്താൽ ഉത്തരം ചെയ്യും, അവൻ രക്ഷ ചോദിച്ചാൽ രക്ഷയേകും. അങ്ങനെയുള്ള ഒരു മനുഷ്യന് എന്താണ് ഭയപ്പെടാനുള്ളത്? ഇനി ഇവിടെ എന്ത് നഷ്ടമുണ്ട്? ദുനിയാവിന്റെ ആളുകളുടെ ഭാഷയിൽ ദുനിയാവ് മുടിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അയാൾക്കൊരു മുടിച്ചിലേ അല്ല. അയാൾ അപ്പുറത്ത് പരലോകം കാത്തിരിക്കുന്നുണ്ട്. ആ പരലോകത്തിലുള്ള ഒരു ദറജ ഈ ദുനിയാവിലുള്ള എല്ലാറ്റിനേക്കാളും വലുതാണ്. അയാൾ ദുനിയാവിൽ ജീവിക്കാൻ അയാൾ ഫിറ്റാകുന്നു. അയാൾക്ക് മനോരോഗ വിദഗ്ധന് കത്തെഴുതണ്ട, ഉറക്കാൻ വേണ്ടിയിട്ട് ഗുളിക കഴിക്കണ്ട, അല്ലെങ്കിൽ വേറുള്ള യാതൊന്നും വേണ്ട. ഈ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരോടും ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞ ഈമാൻ ശരിക്കൊന്ന് പഠിക്കാൻ മുതിരും. അത് പല തവണ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അത് മനസ്സിൽ ഉറക്കും, ഇൽമാകും, ഇൽമായിട്ട് അത് ഈമാനാകും, ഈമാനായിട്ട് യഖീനാകും. അത് യഖീനായി തീരുന്നതോടുകൂടി ഈ തരം പ്രശ്നങ്ങളൊക്കെ നമ്മളെ വിട്ടൊഴിഞ്ഞു പോകും. ദുനിയാവിൽ ജീവിക്കാൻ ഫിറ്റാകും. പരലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുതവക്കിലീങ്ങൾക്ക് നൽകും എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രതിഫലം നമ്മുടെ തവക്കുലിന്റെ അളവനുസരിച്ച്. ആ തവക്കുലിന്റെ പൂർണ്ണതയാണ് ഒരവസ്ഥയിലും ഖൽബ് അല്ലാഹുവിൽ നിന്ന് ചിതറാതെ അവനുമായി തഅല്ലുഖായി നിലകൊള്ളുക എന്നുള്ളത്. ഒരു ദുരിതം, ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് കടുത്ത രോഗങ്ങൾ. അങ്ങനത്തെ കടുത്ത രോഗങ്ങൾ, ഇപ്പൊ ക്യാൻസർ വിചാരിച്ചോളി നിങ്ങൾ, നമ്മൾ സാധാരണ കരിക്കാനും തിരിക്കാനും ഒക്കെ പോകുന്ന രംഗാണത്.
അങ്ങനത്തെ അങ്ങേയറ്റത്തൊരു വിഷയം വരുന്ന സന്ദർഭങ്ങളിൽ പോലും അതിന് സ്വാഭാവികമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള മരുന്നുകൾ, ശറഇൽ പറഞ്ഞിട്ടുള്ള ചികിത്സകൾ, റുഖ, അതുപോലെ തന്നെ മറ്റ് മരുന്നുകൾ, അതുപോലെ ശറഇൽ പറഞ്ഞിട്ടില്ലെങ്കിലും തജ്രിബത്ത് കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള മരുന്നുകൾ, അതിൽ നിന്ന് ഏതെങ്കിലും അയാൾക്ക് സൗകര്യപ്പെടുന്നത് അയാൾ സ്വീകരിക്കുന്നു, എന്നിട്ട് അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് അയാൾ ബാക്കി ക്ഷമിക്കുന്നു. അങ്ങനെ തവക്കുലിന്റെ കൂടെ ആ ക്ഷമയുമായി അയാൾ കഴിച്ചുകൂട്ടിയാണ്. മനസ്സ് അള്ളാഹുവിൽ താല്ലുക്കാണ്. അയാൾ കയ്യിലേക്ക് ചിതറുന്നില്ല, അയാളുടേത് തതയ്യുറിലേക്ക് ചിതറുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് അയാളുടെ മനസ്സ് പോകുന്നില്ല. അള്ളാഹുവിൽ മാത്രം ഏകീകരിച്ച് അവനിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ അത് ആ ക്ഷമക്ക് അതൊരു വല്ലാത്ത, ആ ക്ഷമക്ക് വല്ലാത്ത ഒരു മധുരം വേറെ ഉണ്ട്. അപ്പോഴാണ് ഈമാനിന്റെ ഗന്ധവും ഈമാനിന്റെ രുചിയും ഒരു മനുഷ്യന് അനുഭവിക്കാൻ സാധിക്കുന്നത്. ലാ തതുഅമൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ നബിയ്യൻ വറസൂലാ. അല്ലാഹുവിനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞു, ദീൻ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞു, റസൂലിനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞു. അതിൽ ഈ കാര്യങ്ങളുണ്ട്. അത് ഉൾക്കൊണ്ട ഒരാൾക്ക് ആ ഇതിന്റെ ഈമാനിന്റെ രുചി ഉണ്ടാകും, വല്ലാത്തൊരു മധുരം ഉണ്ടാകും, ജീവിതം വളരെ ഫിറ്റായിരിക്കും. അയാൾ ഇതിനു ഫിറ്റാണ്, പരലോകത്ത് അയാൾ സുരക്ഷിതനാണ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾക്ക് ഫൈൻ മുത്തഫി ലൈലത്തിക മുത്താഅൽ ഫിത്ര ഹദീസിൽ അങ്ങനെയുള്ള റിവായത്തുണ്ട്. ഞാൻ വായിച്ചതുപോലെയുള്ള റിവായത്ത് ബുഖാരിയിൽ നിന്നുള്ള റിവായത്ത് ഈ ലൈലത്തിക ഇല്ലാത്തതുണ്ട്. പിന്നെ വൈൻ അസബ്ത ഖൈറൻ, നീ അങ്ങനെ നേരം പുലരുകയാണെങ്കിൽ നിനക്ക് ഖൈറുണ്ട്. കാരണം അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് കിടന്നുറങ്ങി അള്ളാഹ് റൂഹ് തിരിച്ചു തന്നിട്ടുള്ള ഒരു മനുഷ്യൻ അള്ളാഹിന്റെ കനഫിലായിരുന്നു. അള്ളാഹിൽ കാര്യം ബരമേൽപ്പിച്ചപ്പോൾ അള്ളാഹിന്റെ കനഫിലായിരുന്നു ആ രാത്രി. അതൊരു ഖൈറിന്റെയാണ്. പിന്നെ അള്ളാഹിന്റെ കൽപ്പനാവിലൊക്കെ പാലിച്ചുകൊണ്ട് ഏതർത്ഥത്തിലും അയാൾക്ക് അതുകൊണ്ട് ഖൈറ് ധാരാളം കിട്ടാനുള്ളത്. ഞാൻ തവക്കുലു എന്ന പോയിന്റുമായി ബന്ധപ്പെട്ടത് മാത്രം പറഞ്ഞു പോയിന്നേ ഉള്ളൂ. പിന്നെ വിജന സ്ഥലത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടാൽ മലക്കുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ യാ ഇബാദല്ലാഹ് അഗീസൂനി എന്ന് പറയാമോ? ഇത് തെളിവ് പിടിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നവരോട് എന്താണ് പറയുവാനുള്ളത്? ഇത് എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാൾ വിജനസ്ഥലത്ത് പെട്ടുകഴിഞ്ഞാൽ അയാൾ യാ ഇബാദല്ലാഹ് അഗീസൂനി എന്ന് പറഞ്ഞുകൊള്ളുക എന്ന് പറയുന്ന ഹദീസ് അവ്വലൻ വലൈസ ഹദീസൻ സഹീഹൻ മിനൻ നാഹിയത്തിൽ ഇസ്നാദിയ്യ. അത് സനദ് പരിശോധിച്ചാൽ സഹിഹായ സ്വീകാര്യയോഗ്യമായ ഹദീസല്ല. പിന്നെ ചർച്ച നിൽക്കുന്നില്ല, അവിടെ തന്നെ കഴിഞ്ഞു. അതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത്തവസ്സുലു അൻവാഉഹു അഹ്കാമുഹു എന്ന ഷെയ്ഖ് അൽബാനിയുടെ ഗ്രന്ഥത്തിൽ അതിന്റെ സനദ് വേർതിരിച്ചു കൊടുത്തു പറയുന്നുണ്ട്. 2, ആ ഹദീസ് അതിന്റെ ഇസ്നാദ് ഒഴിച്ചു നിർത്തി വെറുതെ മത്തിന് ജദ്ദിലൻ വ ഫർളൻ അതിൽ പറഞ്ഞിട്ടുള്ള ആശയത്തെ വിശകലനം ചെയ്യുകയാണെങ്കിലും യാ ഇബാദല്ലാഹ് അഗീസൂനി എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ മലക്കാണ്, ആ മലക്കുകളോടുള്ള സഹായം ചോദിക്കലാണ് എന്ന് ഹദീസിൽ നിന്ന് കിട്ടുന്നതല്ല. അത് ഹദീസ് വായിച്ച് അർത്ഥം പറയുന്ന ഏതോ ചില ആൾക്കാർ അവരുടേതായ ചിലത് കൂട്ടിച്ചേർക്കുന്നതാണ്. ഇബാദുല്ലാഹ് എന്ന് പറഞ്ഞാൽ മലക്കുകളാണ് എന്ന് ഒരിക്കലും വരില്ല. ആരാ ഇത് മലക്കാന്ന് പറഞ്ഞത്? അതിന് അങ്ങനെ പറയാം. ആ ഹദീസിന്റെ ഉഴപ്പ് പരിഗണിക്കാതെ ആ ഹദീസിനെ ചർച്ച ചെയ്തു പോയിട്ടുള്ള മുഹദ്ദിസുകൾ തന്നെ പറഞ്ഞത്. അവർ വഴിപ്പാണ്, അതുകൊണ്ട് നമുക്കത് പ്രസക്തമല്ല, ചർച്ച അവിടെ അവസാനിച്ചാണ്. പിന്നെ ഞാൻ പറയുന്നത് അനാവശ്യമാണ്. എന്നിരുന്നാൽ പോലും ആ ലെവലിൽ ചർച്ച ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ തന്നെ ആ ഹദീസിനെ മനസ്സിലാക്കപ്പെടുന്നത് വിജനമായ സ്ഥലത്താകുമ്പോൾ അയാൾ കാണാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും ചിലപ്പോൾ വേറെ ചില മനുഷ്യന്മാരാരെങ്കിലും ഉണ്ടാവും. അപ്പൊ അവര് വിളിച്ചു പറഞ്ഞു കേട്ടാൽ അവർ വരാം, സഹായിക്കാം എന്നായിരിക്കാം. എന്നല്ലാതെ മലക്കുകളോട് അഗീസൂനി എന്നർത്ഥത്തിൽ, ജിന്നുകളോട് അഗീസൂനി എന്നർത്ഥത്തിൽ പ്രാർത്ഥിക്കാം എന്ന് ഈ ഹദീസ് തെളിവാക്കുന്ന ഒരാലിമും പറഞ്ഞിട്ടില്ല. ഒന്ന് ഹദീസ് തെളിവാക്കാവുന്നതല്ല. ലൈസ മിമ്മാ യുഹ്തജ്ജു ബിഹി വലൈസ മിമ്മാ യുഅ്തമദു അലൈഹി. നമുക്ക് ഇൽതിമാസ് ചെയ്യാനോ ഹുജ്ജത്ത് പിടിക്കാനോ പറ്റാത്ത ദുർബലമായ ഹദീസാണ്. ഇനി ആ ഹദീസിന്റെ സനദിയായ ചർച്ചയിലേക്ക് പോകാതെ ഹദീസ് കൊണ്ട് ചർച്ച നടത്തുന്ന ആളുകൾ തന്നെ മറിഞ്ഞിരിക്കുന്ന ആളുകൾ, ഇയാളുടെ ദൃഷ്ടിയിൽപ്പെടാത്ത ആളുകൾ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏതെങ്കിലും തരത്തിൽ അവന്റെ മറ്റു ചില അടിമകളെ അവിടെ എത്തിച്ചേക്കാം എന്ന അർത്ഥത്തിലല്ലാതെ അത് മലക്കാണ്, അത് ജിന്നാണ്, മലക്കളോട് സഹായം ചോദിക്കലാണ്, ജിന്നുകളോട് സഹായം ചോദിക്കലാണ് എന്നൊക്കെ പറയുന്നത് ഹദീസിൽ നിന്ന് അപ്പുറത്തേക്ക് ചാടി, കണ്ടം ചാടി സ്വന്തം വ്യാഖ്യാനം നടത്തുന്ന ആളുകളുടെ വ്യാഖ്യാനാണ്. അതുകൊണ്ട് 2 നിലക്കും ആ വിഷയം പ്രസക്തമല്ല, അത് പോയിത്തീരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സ്ഥലത്തെത്തിയാൽ ഈ ഹദീസ് സഹിയാണെങ്കിൽ, അല്ലാത്തതുകൊണ്ട് യാ ഇബാദല്ലാഹ് അഗീസൂനി എന്ന് പറയണ്ട.
പറയരുത് എന്നുള്ളതാണ് ശരി. അത് സഹിയാണെങ്കിൽ തന്നെ യാ ഇബാദല്ലാഹ് അഗീസൂനി എന്നൊരാൾ പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം മലക്കുകളെ എന്നെ സഹായിക്കുവീൻ, ജിന്നുകളെ എന്നെ സഹായിക്കുവീൻ എന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചില ഇബാദുകളുണ്ട്, സയ്യാഹീന ഫിൽ അർദ്, ഭൂമിയിലൂടെ നടക്കുന്ന ഇബാദുകളാണ്. അവരാരെങ്കിലും ചിലപ്പോൾ കാണാൻ സഹായിക്കാം, അയാളുടെ ദൃഷ്ടിയിൽപ്പെടാത്തവരാണ്. ഏതുപോലെ ഒരു കിണറ്റിൽ നമ്മൾ വീണു, മുകളിലൊന്ന് നോക്കിയിട്ട് ആരും കാണില്ലെങ്കിൽ എന്താ ചെയ്യുക? ഉടനെ മനുഷ്യന്മാരെ മണ്ടിയരിയേ എന്ന് പറയുന്ന അതേമാതിരത്തെ ഒരു വാക്കായിട്ടാണ് അതിനെ വ്യാഖ്യാനിച്ചവർ വ്യാഖ്യാനിച്ചു പോയിട്ടുള്ളത്. ആ വ്യാഖ്യാനത്തിലേക്ക് തന്നെ പോകേണ്ടതില്ല. ഹദീസ് സ്ഥിരപ്പെടാത്തത് കൊണ്ട് ഇത് വെച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത വബാറക്ത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്.